പലപ്പോഴും നമുക്ക് മനസ്സിലെങ്കിലും തോന്നുന്ന ഒരു കാര്യമല്ലേ, ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ എത്ര നന്നായിട്ട് എൻ്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ചായ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാതോരാതെ തുരുതുരാന്ന് പറയും. പക്ഷേ എൻ്റെ കുട്ടി ഇപ്പം എന്താ ഇങ്ങനെ, എന്തെങ്കിലും ഇങ്ങോട്ട് സ്കൂളിലോട്ട് വരുമ്പം ചായ എടുത്തു നേരെ ഒന്ന് ടി വിയുടെ മുമ്പിൽ പോയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊന്ന് ചോദിക്കും, പ്രത്യേകിച്ചൊന്നും ഇല്ലമ്മ, ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോകും. നോ ഡീറ്റെയിൽ കോൺവെർസേഷൻ. ഞാൻ പറയുന്നത് ഒരു 20% കുട്ടികളുടെ കാര്യമല്ല. 20% കുട്ടികളെല്ലാം വന്ന് പറയുന്ന കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ബാക്കി ഒരു 70% ഞങ്ങൾ സ്ഥിരം കേൾക്കുന്നതാണ് ഇങ്ങനെ പറയും. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ അച്ഛനമ്മമാരുടെ അടുത്ത് സംസാരിക്കാൻ മടിക്കുന്നത്? അവരുടേതായിട്ടുള്ളൊരു വേൾഡിലേക്ക് പോകുന്നത്, അവരുടേതായിട്ടുള്ളൊരു കമ്പനി തേടുന്നത് എന്തുകൊണ്ട്? വൈ ദിസ് ഹാപ്പൻസ്? 2-3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. നമ്പർ 1 ഇസ് ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. അതായത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു 10 വയസ്സൊക്കെ തീരെ പൊടിമക്കളാകുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് തന്നെ അച്ഛനും അമ്മയാണ്. അവരുടെ കാര്യങ്ങൾ വീരസാഹസ്യ കഥകളൊക്കെ ഇല്ല, ഹീറോയിക് ആയിട്ടുള്ള കഥകളൊക്കെ, ക്ലാസ്സിൽ നടന്ന ഡിഷും കഥകളൊക്കെ അച്ഛനമ്മമാരുടെ അടുത്ത് വന്ന് പറയാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ടീനേജിലേക്ക് പോകുമ്പം ഇവരെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കാണുന്ന ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ, നീ പഠിക്കുന്നില്ല, നിനക്ക് സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയമാണ്, എന്തിനാണ് നീ എപ്പോഴും ഇങ്ങനെ ഉഴപ്പടിച്ച് നടക്കുന്നത്, എന്തിനാണ് നീ എപ്പോഴും മൊബൈൽ കണ്ടുകൊണ്ട് നടക്കുന്നത്, എപ്പോൾ നോക്കിയാലും ഇതിനകത്തേക്ക് ഇങ്ങനെ കുത്തിയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടിയുടെ മനസ്സിൽ ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, എന്നെ എപ്പോഴും ഉപദേശിക്കാനാണ്, എന്നോട് എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാനാണ്, ഇങ്ങനെ ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് ഇസ് ഓൾവേസ് ദെയർ വിത്തിൻ ഹിം. തീരെ താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ പറഞ്ഞ് ഇവരെ കമ്പയർ ചെയ്യുകയും കൂടെ ചെയ്യും പല വീട്ടുകാരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കംഫർട്ട് സോൺ അവിടെ കുട്ടിക്ക് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കോൺവെർസേഷൻ സ്റ്റൈൽ ഓഫ് പേരൻസ്, അതായത് എപ്പോഴും വൺ സൈഡഡ് ലെക്ചർ. പേരൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കാരണങ്ങൾ മാത്രം അങ്ങോട്ട് പറയുക, ഇങ്ങോട്ട് കുട്ടിക്ക് പറയാനുള്ളത് കേൾക്കാതിരിക്കുക. ദിസ് ഇസ് ഓൾസോ എ മേജർ തിങ്. അപ്പോൾ എൻ്റെ കുട്ടി പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ വരുന്നതിനെക്കാട്ടി നല്ലത് ഇത് ഇല്ലാണ്ടിരിക്കുന്നതല്ലേ എന്നുള്ളൊരു ഫീലിംഗ് ആവും കുട്ടിക്ക്. നമ്പർ 3 ഇസ് ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ്. അതായത് ഓട്ടോമാറ്റിക്കലി 10 വയസ്സ് കഴിഞ്ഞ് 11 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, ഇൻ്റലക്ച്വലി എല്ലാം ഓരോ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ചേഞ്ചസ് വരുമ്പം ഓട്ടോമാറ്റിക്കലി ആൾക്ക് കുറച്ചൊന്ന് മാറിയിരിക്കാനോ, ഒറ്റയ്ക്കിരിക്കാനോ, പാട്ട് കേൾക്കാൻ, ആളുടെ ഏകദേശം ആ ഒരു റേഞ്ചിലുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ ആയിരിക്കും ഇഷ്ടം. ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ടൈം ആൻഡ് ഡിസ്ട്രാക്ഷൻ. അതായത് നമ്മുടെ ജോലിയിൽ തിരക്കാവുമ്പോൾ, നമ്മളിപ്പം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാലും വീട്ടിൽ 100,000 കാര്യങ്ങൾ കാണും, വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുന്ന കൊച്ചിനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് ഉപദേശിക്കാൻ മാത്രം പോകും. കറക്റ്റായിട്ടുള്ളൊരു ക്വാളിറ്റി ടൈം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും. ഇതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇതിനകത്ത് തന്നെ ഉണ്ട്, ഞാൻ ഈ പറയുന്ന റീസൺസിൽ തന്നെ ഉണ്ട് അതിൻ്റെ മെഷേഴ്സും. അതായത് സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ സൊല്യൂഷനും അതിനകത്ത് തന്നെ ഉണ്ട്. എന്താ? 1, ജഡ്ജ്മെൻറ്റൽ അല്ലാണ്ട് കുട്ടിയുടെ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ശ്രമം നടത്തുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പുറകെ ഒരാൾ നടന്ന് ഫുൾ ടൈം നമ്മളെ ഉപദേശിച്ചാൽ നമുക്ക് എന്തൊരു ഇറിറ്റേറ്റിംഗ് ആണ് അല്ലേ? നമ്മുടെ അമ്മമാർ തന്നെ ഇപ്പോൾ നമ്മുടെ പാരൻറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഇതേ സ്റ്റേറ്റിലല്ലേ കുട്ടി നിൽക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യർക്കും ഈ ഭൂമിയിൽ ഒരുപാടുള്ള ഒരു ഉപദേശം ഇഷ്ടമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് കയറി അഡ്വൈസ് ചെയ്യാതിരിക്കുക, അവരുടെ രീതിക്ക് വിടുക. സത്യം പറഞ്ഞാൽ ആ ഒരു കംഫർട്ട് സോൺ നമ്മൾ കൊടുത്താൽ തന്നെ കുറേയൊക്കെ ഈ അഗ്രഷൻ, ഈ അവോയ്ഡിങ് ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമ്പർ 2 ഇസ് കോൺവെർസേഷൻ സ്റ്റൈല് നിങ്ങളൊന്ന് മാറ്റുക. നിങ്ങളുടെ സ്റ്റൈൽ ഒരുപാട് ഉപദേശമുള്ള, ഒരുപാട് കയറി അങ്ങ് ഇങ്ങനെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതാണെങ്കിൽ അതൊന്ന് പൊടിക്കൊന്ന് അയച്ചൊന്ന് പുറകോട്ട് വലിക്കുന്നത് നന്നായിരിക്കും. നമ്പർ 3 ക്വാളിറ്റി ടൈം നിങ്ങളായിട്ട് കണ്ടെത്തിയേ പറ്റൂ. കുട്ടിയുമായിട്ട് കുട്ടിയുടെ ടീനേജിൽ കുട്ടിയുടെ കംഫർട്ട് സോണിനനുസരിച്ചുള്ള സമയം കണ്ടെത്തി കുട്ടിയുടെ കൂടി ഇരുന്നാൽ മാത്രമേ ഈ കമ്മ്യൂണിക്കേഷൻ ഒരു ബ്രിഡ്ജ് മാറുള്ളൂ. സിബ്ലിങ്സ് കൂടെ ഉണ്ടെങ്കിൽ ആ സിബ്ലിങ്സിനെ അമിതമായിട്ട് കമ്പയർ ചെയ്യുക, കൂടെ ഏതെങ്കിലും ഫ്രണ്ട്സോ നെയ്ബേഴ്സോ ഉണ്ടെങ്കിൽ അവരെ കമ്പയർ ചെയ്യുക. ഇതും കൂടെ ഒന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ ആ ഒരു സേഫ് സ്പേസിലേക്ക് മാറി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒഴിവാക്കി അത്യാവശ്യം നന്നായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങളിപ്പം ആ കുഞ്ഞിലേ ഉള്ളൊരു രീതി വരണമെന്ന് വിചാരിക്കരുത്. ഓട്ടോമാറ്റിക്കലി ഒരു 18-19 ഒക്കെ ആകുമ്പം നോർമലായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി കറക്റ്റായിട്ടുള്ളൊരു ട്രാക്കിലേക്ക് അവർ വന്നോളും തനിയെ, ആ ഒരു സ്പേസ് നമ്മൾ കൊടുത്താൽ. ഓക്കെ.